എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ രസകരവും എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ബന്ധം ഏതാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ മിക്കവാറും അവർ പറയുക ആത്മാർത്ഥ സൗഹൃദങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ബന്ധമെന്നായിരിക്കും. വിവാഹം കഴിച്ച ആളുകളും ദാമ്പത്യ ജീവിതമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ബന്ധമെന്ന് പറയാനിടയില്ല. അവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അതെന്ത് തന്നെയുമാകട്ടെ, അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാനും എത്തിപ്പെടുന്നില്ല. അത് നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും ഞാൻ വിട്ടുതരികയാണ്. അതിന് പകരം മറ്റൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതായത് സുന്ദരമായ ബന്ധം എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് ദാമ്പത്യ ബന്ധമെന്നാണ്. അതിനേക്കാൾ വലിയ മൂല്യമുള്ള ഒരു ബന്ധവും നല്ലപോലെ ആഴത്തിൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കണ്ടെത്താനാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റിയുള്ള ബന്ധം അത് ദാമ്പത്യ ബന്ധം തന്നെയാണ്, അല്ലേ? ഏത് പ്രശ്നങ്ങൾക്കിടയിലും ഏത് പ്രതിസന്ധികൾക്കിടയിലും ഏത് സാഹചര്യങ്ങൾക്കിടയിലും അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. വിളിച്ചാൽ വിളിപ്പുറത്ത് നമ്മുടെ തൊട്ടരികിൽ നമ്മുടെ കൈയകലത്തിൽ അവരുണ്ട്. അങ്ങനെയുള്ള ഏത് ബന്ധമാണ് നിങ്ങൾക്ക് കാണാനാവുക? ആത്മാർത്ഥമായ സൗഹൃദങ്ങളിലും നമുക്ക് പലപ്പോഴും ഇതൊക്കെ കാണാനാവും. പക്ഷേ അതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ ആത്മാർത്ഥ സൗഹൃദങ്ങളും ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടോ? ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവരൊക്കെ നമ്മളിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. പുതിയ പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ആത്മാർത്ഥ സൗഹൃദങ്ങളൊന്നും ഇപ്പോൾ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇന്നുള്ള ആത്മാർത്ഥ സൗഹൃദങ്ങളും നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ അവസാന ശ്വാസം വരെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരേയൊരു ബന്ധം അത് മാത്രമാണ്. അതും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും അവർ നമ്മളോടൊപ്പം ഉണ്ടാകും. അവർ നമുക്ക് വേണ്ടി കൂട്ടിരിക്കും, നമ്മളോടൊപ്പം നടക്കും, അല്ലേ? തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയ മഹത്തായിട്ടുള്ള ബന്ധം വേറൊന്നില്ല. ഈ ഒരു ബന്ധത്തെ ഒരു പോറലും ഏൽക്കാതെ നമ്മൾ എന്ത് വേണം? കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, പരിപാലിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അധികം വലിച്ചു നീട്ടുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അതായത് നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടാവണം. പലപ്പോഴും നമുക്കതില്ല എന്നുള്ളത് കാണാൻ പറ്റും. നമുക്കുള്ളത് സാങ്കല്പികമായിട്ട് നമ്മൾ അലങ്കരിച്ചു വെച്ച കാഴ്ചപ്പാടുകളിലൂടെയാണ് പലപ്പോഴും വൈവാഹിക ജീവിതത്തെ നമ്മൾ സമീപിക്കാറുള്ളത്. എന്നാൽ സ്വപ്നങ്ങളിൽ നിന്നും സാങ്കല്പികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് യാഥാർത്ഥ്യം. സിനിമയിലെ പ്രണയരംഗങ്ങൾ പോലെയല്ല നമ്മുടെ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത്. അതുപോലെ പുസ്തകത്തിലെ സാഹിത്യത്തിൻ്റെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെച്ച് എഴുതിപ്പിടിപ്പിച്ച വരികൾ പോലെയുമല്ല ദാമ്പത്യ ജീവിതം. അതിലപ്പുറം യാഥാർത്ഥ്യം വളരെ വളരെ ദൂരെയാണ്. നമുക്കറിയാം, ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു പുതിയൊരു പാർട്ട്ണർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തതയുള്ള ഒരാളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് എന്ന ചിന്ത ആദ്യമുണ്ടാവണം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ജീവിതത്തെ സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എന്ത് പറയുന്നത്? ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരാളെ അല്ല എനിക്ക് കിട്ടിയത് എന്ന് പറയേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളെ നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. അതിലപ്പുറം 2 വ്യത്യസ്തതകൾ കൂടിച്ചേരുന്ന ഒരു യാത്രയുടെ പേരാണ് ദാമ്പത്യം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന, ആ യാഥാർത്ഥ്യബോധത്തിലൂടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ സുന്ദരമാക്കാനാവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളെ കിട്ടണമെന്ന് വിചാരിച്ചതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഒരിക്കലും മനോഹരമാക്കാൻ നമുക്ക് ആവില്ല. വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് നമ്മളെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആ
ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ മനോഹരമായിട്ട് തുടങ്ങാനും അതിനെ വളരെ ഭംഗിയോടെ കൈകാര്യം ചെയ്യുവാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. അതായത് യാഥാർത്ഥ്യ ബോധമുള്ള പ്രതീക്ഷകൾ വച്ച് പുലർത്തുക, സാങ്കല്പികമായി അലങ്കരിച്ച് വെച്ച കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റി നിർത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്. പരസ്പര ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അടിച്ചമർത്തലല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. പലപ്പോഴും ജോലിയുള്ള ആളുകൾക്ക് വരുമാനമുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവരായിരിക്കും കൂടുതൽ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ആണുങ്ങൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ ആധികാരികമായിട്ട് പെരുമാറുന്നത്, കുറച്ച് അധികാരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത് നല്ലതല്ല. ഇവിടെ ഈക്വലാണ്. ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്, മറ്റേയാൾ ജോലിക്ക് പോകുന്നില്ല എന്ന് കരുതി രണ്ട് തട്ടിലല്ല. അവിടെ ഒരാണും പെണ്ണും ജീവിതം ഒന്നിച്ചു തുടങ്ങുമ്പോൾ അവർക്കുള്ള പ്രാധാന്യം എല്ലായ്പ്പോഴും ഈക്വലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അവരെന്ത് ചെയ്യുന്നു, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊന്നുമല്ല. രണ്ടു പേർക്കും എന്ത് കിട്ടിക്കഴിഞ്ഞാലും തുല്യമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്ന വിശാലമായ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം വളരെ സുന്ദരമാക്കുവാനും ആസ്വദിക്കുവാനും നിങ്ങൾക്ക് കഴിയും. അല്ലാതെ ഞാൻ തീരുമാനിക്കുന്നത് പോലെയും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കണമെന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അത് കുടുംബജീവിതത്തെ പരാജയപ്പെടുത്തുന്നതിനും വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്നതിന് കാരണമാകും. പരസ്പരം ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും നമുക്കൊപ്പം ഉണ്ടാവേണ്ട ഒരാളാണ്. അവരെ സ്നേഹിക്കുവാനും റെസ്പെക്റ്റ് ചെയ്യുവാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക, ആരെയാണ് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഒരു കാര്യത്തിലും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ കമ്പയർ ചെയ്യരുത്. റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, തുറന്ന് പറച്ചിലുകൾ ഉണ്ടാവണം. മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയണം. നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ആഗ്രഹങ്ങളായാലും നമ്മുടെ പ്രശ്നങ്ങളായാലും എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ജീവിത പങ്കാളിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അതോടൊപ്പം കേട്ടിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അവരൊരു കാര്യം പറയുമ്പോൾ അത് നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നിടത്തല്ല ആ ബന്ധം സുന്ദരമാവുന്നത്. നമ്മളോട് ഒരു കാര്യം തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ്. അത് കേട്ടിരിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം തുറന്ന് സംസാരിക്കുവാനും കഴിയണം. അതുപോലെ തന്നെ നല്ലൊരു കേൾവിക്കാരനാവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ആ ജീവിതം വളരെ സുന്ദരമായിരിക്കും, വളരെ മനോഹരമായിരിക്കും. നാലാമത് പറയാനുള്ളത്, നമ്മുടെ ജീവിത പങ്കാളിക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരിടം നൽകാൻ നമ്മൾ തയ്യാറാവണം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇഷ്ടങ്ങൾ അവർക്കുണ്ടാകും, താല്പര്യങ്ങളുണ്ടാകും അല്ലേ? ഇന്ന വസ്ത്രം ധരിക്കുക, ഇന്ന ഭക്ഷണം കഴിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ എല്ലാ തരത്തിലും അവരവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ടാകും. ആ ഇഷ്ടങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പിടിവാശി പിടിക്കാൻ പാടില്ല. നീ ഇതാണ് ചെയ്യാൻ പാടുള്ളൂ, എനിക്കത് ഇഷ്ടമല്ല എന്നൊന്നും പറയുന്നിടത്തല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ സൗന്ദര്യം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, യാഥാർത്ഥ്യ ബോധമുള്ള പ്രതീക്ഷകളാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന്. രണ്ട് വ്യത്യസ്തതകളാണ് ഒന്നിച്ച് കൂടിച്ചേരുന്നത്, ഒന്നിച്ച് യാത്ര തുടങ്ങുന്നത്. അവിടെ രണ്ട് വ്യത്യസ്തതകളുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ്. ആ ഇഷ്ടങ്ങളെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമ്മൾ തയ്യാറാവണം. അല്ലാതെ ഞാൻ പറയുന്നത് പോലെയും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ എന്ന് ചിന്തിച്ചാൽ ആ ദാമ്പത്യ ജീവിതം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അതിനെ കുറേയൊക്കെ വിട്ടുകൊടുക്കുക. അതിലപ്പുറം നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ചില ഇഷ്ടങ്ങൾ, ചിലപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ ശരീരത്തിന് അത് നല്ലതായിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്നേഹത്തോടെ ഉപദേശിക്കാം, അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കാം. അതൊക്കെ നല്ലത് തന്നെ. അതിലപ്പുറം അവരവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മൾ തല്ലിക്കെടുത്തരുത്. അങ്ങനെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചാൽ ആ ദാമ്പത്യ ജീവിതം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ബന്ധമായിട്ട് മാറുകയില്ല എന്ന് തിരിച്ചറിയുക. അതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. എന്താണ് ഈ മാറ്റങ്ങൾ? മാനസികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ശാരീരികമായ മാറ്റങ്ങളിൽ നമുക്ക് ആദ്യം വരാം. വിവാഹം കഴിക്കുന്ന സമയത്ത് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും നമുക്കൊക്കെ അല്ലെ, ആണിനായാലും പെണ്ണിനായാലും. കാരണം യുവത്വത്തിൻ്റെ ഒരു സമയമാണ്, നല്ല ഊർജ്ജസ്വലതയുള്ള ഒരു സമയമാണ്. അതിൻ്റെ പ്രസരിപ്പും ഭംഗിയും ഒക്കെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
എന്നാൽ കാലം മുന്നോട്ട് പോകുന്തോറും ആ പഴയ സൗന്ദര്യമൊന്നും നമ്മളിൽ ഉണ്ടാവണമെന്നില്ല. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും, കഷണ്ടിയൊക്കെ വരും, ശരീരമൊക്കെ ചിലപ്പോൾ തടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് രൂപമാറ്റങ്ങൾ ഒരു പുരുഷനെ സംബന്ധിച്ചുണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. തടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. പഴയൊരു ബോഡി സ്ട്രക്ചറൊന്നും ഉണ്ടാവണമെന്നില്ല. സൗന്ദര്യമൊക്കെ പഴയ ആ സൗന്ദര്യത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. എല്ലാ കാലവും ഒരേപോലെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. കാലം ചെല്ലുന്തോറും അതിൻ്റെതായിട്ടുള്ള ആ പരിവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിന് സംഭവിക്കും. അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള മാറ്റങ്ങളെയും ഉൾക്കൊള്ളണമെന്ന് പറയുന്നത്. മുന്നോട്ട് പോകുന്തോറും ജീവിതം കുറേ പ്രശ്നങ്ങളുടേതായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. മക്കളുടെ ഉത്തരവാദിത്തങ്ങളുണ്ടാകും, ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകും. ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആ സമയത്ത് നമ്മൾ വളരെ സ്നേഹത്തോടെ രണ്ട് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത് ചെല്ലുമ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ അതേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ തിരിച്ച് ബിഹേവ് ചെയ്യണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ അല്ലേ. അപ്പം അങ്ങനെയൊന്നുമല്ല. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ കഴിയണം. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തെ സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇനി ഏതായാലും അവസാനമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. നമ്മളാരും എല്ലാം തികഞ്ഞ ആളുകളൊന്നും അല്ല, അല്ലേ? എല്ലാം തികഞ്ഞ ആളുകളാണെങ്കിൽ പിന്നെ അത് ദൈവതുല്യമായില്ലേ? അപ്പം അങ്ങനെയൊന്നുമല്ല. കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ഒക്കെ നമുക്ക് സംഭവിക്കും. അതിനെയൊക്കെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ വഴക്ക് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണ്ട, ക്ഷമിക്കണ്ട, അത് വിട്ടേക്ക്. അതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അതിലപ്പുറം ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറി പോകാറുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കണമെന്ന് പറയുന്നത്. ഏതായാലും 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 6 കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ നിങ്ങളെപ്പോഴും ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ജീവിതം കുറേ കൂടി മനോഹരമാകുന്നത്, സുന്ദരമാകുന്നത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.